വിവാദങ്ങളുടെ എല്ലാം ആധാരമായത് ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖന പരമ്പരയിലെ ചില വെളിപ്പെടുത്തലുകളാണ്. ശ്രീ ജോൺ മുണ്ടക്കയം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ശ്രീ ജോൺ മുണ്ടക്കയം, ഇനി ഒരു കാര്യം കൂടി. ഇന്നലെ ജയിക്കും ഇന്ന് ആർഷോയും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് അങ്ങേക്ക് മറുപടി പറയേണ്ട അവസരം നൽകേണ്ടത് ശരിയായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അപസർപ്പകമായ രചനകൾ എഴുതിയിരിക്കുന്നു അങ്ങ് എന്ന് പറയുന്ന വിമർശനം അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. ഇന്നലെ ജയിക്ക് പറഞ്ഞത്, അതിനുള്ള മറുപടി കൂടി. ജയിക്ക് ഇന്നലെ പറഞ്ഞത് ഞാൻ പിന്നീട് അറിഞ്ഞു. ജയിക്ക് ഞാൻ അവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയാതെ ഞാൻ ചർച്ച ചെയ്ത് മാറിയ ശേഷം ജയിക്ക് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി. പുറം മാത്രം നന്നായിരുന്നാ പോരാ, അകം കൂടെ നന്നായിരിക്കണം. ചാരക്കേസ് ഞാൻ എഴുതിയത് എന്തോ അശ്ലീലമായ കാര്യങ്ങൾ എഴുതിയെന്ന്. ഞാൻ ജയിക്കിനെ വെല്ലുവിളിക്കാൻ എന്ത് അശ്ലീല കാര്യമാണ് ഞാൻ എഴുതിയത്? ജയിക്ക് ഞാൻ ഈ ചാരക്കേസ് എഴുതുന്ന സമയത്ത് ജയിക്ക് പ്രൈമറി സ്കൂളിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന എനിക്കറിയില്ല. ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ആർഷോയെ സംബന്ധിച്ച് അങ്ങനെ ജയിക്കിനെ പോലെ കാര്യങ്ങൾ പഠിക്കാതെ സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ ആർഷോയെ കുറിച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആർഷോയും എന്ന് പറയുന്നത് കേട്ടു അപസർപ്പകഥകൾ എഴുതുന്നത് പോലെയെന്ന്. ഞാൻ ആർഷോയോട് പറയുകയാണ്, ആർഷോ ചാരക്കേസിൽ എന്താ നടന്നുള്ളത് പഠിക്കണം. അതിനകത്ത് എന്താണ് ജോൺ മുണ്ടക്കയം ചെയ്തിരിക്കുന്നുള്ളത് പഠിക്കണം. വെറുതെ പറയരുത്. കാരണം ഒരു സെക്കൻഡ് സാർ, ആർഷോ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കായാലും ആർഷോയാലും ഒക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ബൈലൈൻ ഉണ്ടല്ലോ. ആർഷോയുടെ കൈവശം അത് ഉണ്ടാകുമല്ലോ. ശ്രീ ജോൺ മുണ്ടക്കയം അത് കേൾക്കട്ടെ, എന്നിട്ട് അദ്ദേഹം അതിന്റെ മറുപടി പറയട്ടെ. വേഗം ആർഷോ. നിരവധി അദ്ദേഹത്തിൻ്റെതായി മലയാള മനോരമയ്ക്കകത്ത് വന്ന നിരവധി വാർത്തകൾ ആ ഘട്ടത്തിലുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവതാരകൻ അതിന്റെ എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ തുടങ്ങി ഒരു സെക്കൻഡ് സാറേ, അത് കേട്ടല്ലോ എട്ടാമൻ അമ്പോ അല്ല. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോടുള്ള വിമർശനം, അദ്ദേഹം എല്ലാം ബോധ്യപ്പെട്ട് വസ്തുതയെ മുൻനിർത്തി മാത്രം വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. എട്ടാമൻ അമ്പോ ഭയങ്കരൻ ഒർമാനിയ, ഇത് എന്ത് എവിടെ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെ ഒന്നല്ല അല്ല, അദ്ദേഹം പറയട്ടെ. ചൂടാ മത്സ്യത്തെ പോലെ ചർച്ച ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ? ആർഷോ ഒരു കാര്യം, ആർഷോയും ജയിക്കിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്ത് തിരുവനന്തപുരത്ത് വരൂ, എന്റെ വീട്ടിൽ വരൂ, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ആ കേസില് ദേശാഭിമാനി എന്ത് ചെയ്തു, ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്തു, മലയാള മനോരമയുടെ റിപ്പോർട്ടിൽ എന്ത് വന്നു, ഞാൻ എന്ത് എഴുതി, ഞാൻ ബോധ്യപ്പെടുത്താം, ഞാൻ പറയാം. നിങ്ങൾ സൂപ്പർ ജോക്ക് அதுதான் சொன்னேன் ஆனா வெளியில யார்ட்டையும் சொல்லாதீங்க ஓதப்பானுங்க ஓதேரிக்கு நிறைய கிடைச்சு നിങ്ങള് ആ സംഭവത്തെ ഇങ്ങനെ വളച്ചൊടിക്കണ്ട. അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടി നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ ഇങ്ങനെ കൊഞ്ഞനം കാണിക്കാന്ന് പറഞ്ഞ പോലെ. അല്ല, ഏതായാലും ചാരക്കേസിനെ കുറിച്ച് ഞാൻ എഴുതാൻ പോവാണ്. അടുത്ത പുസ്തകം ഞാൻ ചാരക്കേസിനെ കുറിച്ച് എഴുതാൻ പോവാണ്. ചാരക്കേസിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നുള്ളത്, ഇതുവരെ പുറത്തു വരാത്ത കാര്യങ്ങൾ ഞാൻ എഴുതാൻ പോവുകയാണ്. അതുകൂടി ഞാൻ ഈ സമയം അറിയിക്കാം. ഏതായാലും സത്യസന്ധനായ ഒരു പത്രപ്രവർത്തകന്റെ ധീര കടമ ഞാൻ നിർവഹിച്ചാൽ റിപ്പോർട്ട് ചെയ്യണം. മാപ്പാക്കണം, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ.